PM ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നടക്കുന്നു. തർക്കങ്ങൾ ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ പാർട്ടിയും തമ്മിലല്ല, ഈ ഭരിക്കുന്ന പാർട്ടിയിലെ CPM-ഉം CPM തമ്മിലാണ് തർക്കം. എന്തുകൊണ്ട് ഈ തർക്കം രൂപപ്പെട്ടു? അതൊന്ന് CPI ഉത്തരവാദിത്തം ഇല്ലാത്ത പാർട്ടിയാണ്, CPM ഉത്തരവാദിത്ത ബോധമുള്ള പാർട്ടിയാണ്. അതുകൊണ്ടാണ് തർക്കം. കാരണം CPI സംബന്ധിച്ചിടത്തോളം വലിയ ഡയലോഗ് അടിച്ചിങ്ങനെ നിന്നാൽ മതി. അതിന് ആളൊന്നുമില്ല, ഒറ്റയ്ക്ക് നിന്ന് എവിടെയും ജയിക്കുകയല്ല. അല്ല, പക്ഷെ യഥാർത്ഥ ഇടതുപക്ഷം അവരാണെന്നാണ് അവർ വാദിക്കുന്നത്. അവർ ഇവിടെ അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കൂടെ വന്ന ആളുകളാണ്. അപ്പം അങ്ങനെയാണ് യഥാർത്ഥ ഇടതുപക്ഷമാവുക? എന്താ അർത്ഥത്തിലാണ് പറയും? അതുകൊണ്ട് ഇവരെ പണ്ട് വലുത് കമ്മ്യൂണിസ്റ്റ് എന്നായിരുന്നു CPM-മാർ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം തിരിച്ചാണ് വിളിക്കുന്നത്. ഇവരിപ്പോൾ ഇലക്ഷൻ സമയത്ത് ഇവരെന്തെങ്കിലും CPM-ന് വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇവർ പൊതുവെ UDF-നെ വോട്ട് ചെയ്യുക. പക്ഷേ സഖാവ് എന്ന് വന്ന് അവരെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കളിക്കും. ഇന്ത്യയിൽ ഏതെങ്കിലും ഇടത് രാഷ്ട്രീയ പാർട്ടികൾ സീറ്റ് വിറ്റിട്ടുണ്ട്? ഇവിടെ തിരുവനന്തപുരം സീറ്റ് ബെനറ്റിന് വിറ്റത് അവർ തന്നെ ആക്ഷൻ എടുത്തതല്ല, അവർ തന്നെ സമ്മതിച്ച കേസാണ്. അപ്പോൾ അതൊരു ഉത്തരവാദിത്ത ബോധമില്ലാത്ത പാർട്ടിയാണ്. ഉത്തരവാദിത്ത ബോധമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ നിലപാടുകൾ മാറ്റേണ്ടത്, ഫ്ലെക്സിബിൾ ആവേണ്ടത്. അപ്പോൾ അങ്ങനെ ഫ്ലെക്സിബിൾ ആയതിൻ്റെ ഒരു ഗുണമാണ് CPM-നുള്ളത്. കാരണം രാഷ്ട്രീയമായി മോഡിയോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി, പുതിയ പാഠപദ്ധതി സിലബസ് കൊണ്ട് വിയോജിപ്പ് രേഖപ്പെടുത്തി, ഇത്രയും കാലം പ്രോഗ്രാം നടപ്പിലാക്കാതെ ഇനി അങ്ങോട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികം വിദ്യാഭ്യാസ രംഗത്ത് വലിയ തരത്തിലുള്ള തിരിച്ചടികൾ വരും. കാരണം എന്ന് വെച്ചാൽ ഈ ഫണ്ട് കിട്ടില്ല, നമ്മളെ കുട്ടികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാനങ്ങൾ ഉത്തരവാദിത്ത ബോധമുള്ള CPM നയിക്കുന്ന മുന്നണിയിൽ അങ്ങനെ തീരുമാനം എടുക്കണ്ടായി. CPI-നോട് ചോദിച്ചിട്ടില്ല, ചോദിച്ചാൽ അവർ സമ്മതിക്കില്ലല്ലോ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എന്തും പറയാം. നഷ്ടപ്പെടാനുള്ളവരല്ലേ ജനങ്ങളോട് ഉത്തരം പറയേണ്ടത് CPM അല്ലേ? CPI-ക്കാർ എന്തിനും ഉത്തരം പറയുന്നു? നിയമസഭാ അവർ കുറച്ച് സ്ഥാനാർത്ഥികളെ കൊടുക്കുന്നതിനെ പണിയെടുക്കുന്നത് CPM തന്നെയല്ലേ? അല്ല, ഈ പദ്ധതി ഇത് കൊണ്ടുവന്നിട്ട് വർഷങ്ങളാകുന്നു, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. പക്ഷെ ആ സമയങ്ങളിലൊന്നും നടപ്പിലാക്കാത്തത് ഇപ്പോൾ U-ടേൺ എടുത്ത് ശിവൻകുട്ടി നടപ്പിലാക്കിയെന്നാണ് പറയുന്നത്. അതങ്ങനെ തന്നെ U-ടേൺ എടുത്തല്ല. സ്വാഭാവികം ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഈ നയത്തിനെതിരെ, ഈ ഒരു പ്രോഗ്രാമിനെതിരെ നിലപാടെടുത്തു. അത് മുന്നോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത്. കാരണം കേന്ദ്രത്തിന് ഒരുപാട് ബ്രേക്ക് ആൻഡ് ക്ലച്ചസ് അവരുടെ കൈ കിടക്കുകയാണ്. അപ്പോൾ അവരൊക്കെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബുദ്ധിമുട്ടും. ഒന്നാമത്തെ കാര്യം, എപ്പോഴും കേന്ദ്ര സംസ്ഥാനം നമ്മൾ നല്ല ബന്ധത്തിൽ പോകണം. വേറൊരു കാര്യം എന്താണ്, ഈ പറയുന്ന കാര്യം തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോളേജ് ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ചെറിയ മാറ്റങ്ങളോടുകൂടി FIUGP എന്ന പേരിൽ ഈ സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നടപ്പിലാക്കേണ്ടി വരും. അതിൽ രാഷ്ട്രവിരുദ്ധമായതോ അല്ലെങ്കിൽ നാട്ടിൽ കമ്മ്യൂണലിസം ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ എതിർത്താൽ മതി. ആ രണ്ട് സാധനം അതിലില്ല. ഇതിന് മുമ്പുണ്ടായിരുന്ന സിലബസിലുള്ള ചില കാര്യങ്ങൾ ഈ സിലബസിലില്ല. അത് കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് സിലബസിൽ 7ാം ക്ലാസ് തന്നെ പഠിച്ചു, 9ാം ക്ലാസ് പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊരു സംഘപരിവാർ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു തന്ത്രമായാണ്. അല്ല, എല്ലാ കാലഘട്ടത്തിലും ഭരണകൂടത്തിന്റെ ആശയങ്ങൾ വന്നിട്ടുണ്ടാവും നമ്മുടെ സ്കൂൾ സിലബസിൽ. അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴുണ്ട്, അല്ലാതെ വേണ്ട. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇടതുപക്ഷക്കാരായിരുന്നു കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഈ സിലബസ് ഒക്കെ ഉണ്ടായിരുന്നേ കോൺഗ്രസ്സുകാർക്ക് അതിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അന്നും വന്നിട്ടുണ്ട്, അതിന്നും വന്നിട്ടുണ്ടാവും. പക്ഷെ അത് പൂർണ്ണമായിട്ട് സംഘപരിവാറൊന്നാവില്ല. സംഘപരിവാറിന് കൂടുതൽ താല്പര്യമുള്ള VD സഹകരണ പോലുള്ള വ്യക്തികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത ചില അംഗസേവനമുള്ള പോലെ ആളുകൾ ചില കാര്യങ്ങൾ വെട്ടിയിട്ടുണ്ടാവും. കൂടുതൽ അവർക്ക് താല്പര്യം ഹെമുവിനെ പോലുള്ള ആളുകളെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഹെമുവൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ RSS പറയാന്ന് വെച്ചാൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഒന്ന് ശിവാജി ഹെമുവിനെ ഒന്നും നമ്മളാരും പഠിപ്പിക്കില്ല, സെക്കുലർ ഹിസ്റ്റോറിയൻസ് പഠിപ്പിക്കുന്നില്ല എന്നുള്ള ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട്. അത് ഞങ്ങളൊക്കെ പഠിച്ച പുസ്തകം എഴുതിയത് ഓമിന താപ്പവും അതുപോലെ ആവശ്യമൊക്കെ. അതിന് RSS ഇഷ്ടമുള്ള ആളുകളൊന്നുമല്ല, പക്ഷെ അവരൊക്കെ ഇവരെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പുതിയ സിലബസിൽ അവർക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഔറംഗസേബിനൊന്നും ഭയ ഇമ്പോർട്ടൻസ് ഉണ്ടാവുകയില്ല. അതെല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അത് രാഷ്ട്രവിരുദ്ധമോ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്നതോ ആവരുത് എന്നുള്ളൂ, സോഫ അല്ല. പിന്നെന്തിനാണ് നമ്മൾ ഈ പറയുന്നതിന് തടസ്സം നിൽക്കുന്നത്? കാരണം നമ്മളെ കുട്ടികൾ മത്സരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലെ കുട്ടികളുമായിട്ടാണ്. അവരും മത്സരിക്കും. നമ്മളെ പിള്ളേർ പല കാര്യത്തിലും പിന്നോക്കം പോകും. നമ്മൾ മുഖ്യധാരയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അതൊരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ രാഷ്ട്രീയമായിട്ട് ഇതിനോട് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ PM ശ്രീ ഉപേക്ഷിക്കണമെന്നാണ് CPI ആവശ്യപ്പെടുന്നത്. അങ്ങനെ പിന്നോട്ട് പോകുമോ നിലവിലെ മോഡി അങ്ങനെ ഉപേക്ഷിക്കണം? മോഡി എന്താ CPI ആണോ? അല്ല, CPM പിന്നോട്ട് പോകണമെന്ന്. CPM മുന്നോട്ട് പോകാൻ സാധ്യതയൊന്നുമില്ല. കാരണം പിണറായി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഇത്രയും കാലം പിടിച്ചിട്ടുണ്ടോന്ന് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ.
എടുക്കണമെന്ന് തീരുമാനിച്ചാൽ മൂപ്പർ എടുക്കും. അത് CPIക്ക് അവർ വിട്ടുപോകുന്നില്ല. അവരെന്ത് ചെയ്യാനാ? വിട്ടൊരു കോൺഗ്രസ് പോയിരുന്നത് എവിടെ 4 കോൺഗ്രസിന്റെ ക്ഷണം ഉണ്ട്. എന്നിട്ട് അവിടെ പോയി എന്ത് ചെയ്യാനാ? കോൺഗ്രസിന് എന്തെങ്കിലും ഗുണം വരെ കൊണ്ടുണ്ടാവും? ഇല്ല. അല്ല, പക്ഷെ സുവർണ കാലഘട്ടം CPI ഇവിടെ അത് കോൺഗ്രസ് കൊടുത്ത ദാക്ഷിണ്യമല്ലേ? റഷ്യയും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമായ സമയത്ത് റഷ്യനെ സപ്പോർട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ എന്തിനാന്ന് തീരുമാനിച്ചു. അങ്ങനെ അവനാണ് അത് സാധ്യത. അല്ലെ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലീഗിനും സംബന്ധിച്ച് ആ സമയത്ത് ഒരു സ്പേസ് ഇല്ലാതെ കിടക്കുക, ലീഗും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ വന്നു. ഇന്നതല്ല സ്ഥിതി. ഇന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യമില്ല, സോവിയറ്റ് റഷ്യയില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ. അത് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരായിരുന്നു അന്ന്. ഇന്നതല്ല. കേരളത്തിൽ അവർക്ക് നല്ല C. അച്യുതമേനോൻ തൊട്ടിട്ട് CK ചന്ദ്രബാബു വരെ നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടായി. ഇന്നതല്ല. കേരളത്തിലും കൊല്ലത്തും ആലപ്പുഴയിലൊക്കെ തൃശ്ശൂരൊക്കെ അത്യാവശ്യം സ്വാധീനം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ല. പിന്നെ എന്തിനാ അവരെ പേടിക്കുന്നു? അവരെ മാറ്റിയിട്ട് ആ ലീഗ് LDF വരുന്നതിന് അവരാണ് തടസ്സം. അവരെ മാറ്റി ലീഗിനെ കൊണ്ടുവന്നാൽ LDF ഉണ്ടാക്കി ഇനി 25 വർഷം കൂടി കേരളം ഭരിക്കുക. മലബാർ മേഖലയിൽ ശക്തിപ്പെടാൻ അല്ലാതെ ഒറ്റ സീറ്റും പുറത്തു പോവില്ല. ലീഗ് കൂടി ഒന്നുമില്ല. അപ്പോൾ ഇത് സാർ സൂചിപ്പിക്കുന്നത്, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ സൂചിപ്പിക്കുന്ന കുറച്ചു നാളുകളായി തന്നെ CPI അല്ലെ CPM BJPക്ക് വഴങ്ങുന്നുവെന്നാണ്. അതങ്ങനെ നല്ലത്. അത് അവരുടെ തെറ്റായ കണ്ണോടുകൂടി നോക്കി കാണുന്നതുകൊണ്ടാണ്. എപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് തമ്മിൽ രാഷ്ട്രീയമായ എതിർപ്പുകളുണ്ടെങ്കിൽ അവർ തമ്മിൽ പരസ്പര ബന്ധമുണ്ടാവും. ഒരു പരിധി കൂടുതൽ അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. അങ്ങനെ മോഡിക്ക് ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ സ്റ്റാലിനൊന്നും ഇപ്പം പുറത്തിറങ്ങി കിടക്കില്ലേ? കരിമൊഴി ഒന്നും സ്റ്റാലിൻ നടപ്പിലാക്കിയിട്ടില്ല. അതാ പറഞ്ഞത്. സ്റ്റാലിൻ അങ്ങനെ അല്ലെങ്കിൽ അച്ഛനും അങ്ങനെ കുറെ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഹിന്ദി പഠിപ്പിച്ചില്ല. അതുകൊണ്ട് നമ്മൾ JNUവിലൊക്കെ നമ്മളെ കൂടെ ഉണ്ടായ തമിഴ് അയ്യന്മാർ അറിയാമോ? നിങ്ങളൊക്കെ ഭാഗ്യന്മാരാണ്, നിങ്ങൾക്ക് ഹിന്ദി മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യും? അതാണ് എൻ്റെ കാര്യം. അങ്ങനെ പല മണ്ടത്തരം അവർ ചെയ്തിട്ട് അവർക്ക് നാട്ടുകാരോട് എന്ത് കമ്മിറ്റ്മെന്റ്? ഈ പദ്ധതി പോലെ അവർ നടപ്പിലാക്കിയിട്ടില്ല. ഈ നയം അല്ല, അവർ നടപ്പിലാക്കില്ല. അവരെ സമയം നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ മോഡി വിരുദ്ധത, പണ്ട് ഇന്ദിരാ വിരുദ്ധതായിരുന്നു. ഹിന്ദി നടപ്പിലാക്കി നെഹ്റു വിരുദ്ധത, കോൺഗ്രസ് വിരുദ്ധതായിരുന്നു. ആ തമിഴ്നാട് എന്ത് മോഡലാണ്? തമിഴ്നാട് ഏറ്റവും വൃത്തിയിട്ടൊരു മോഡലാണ് ഇന്ത്യയിൽ. ഗുജറാത്തിനെ പോലെ അവർക്ക് സാമ്പത്തിക വളർച്ച ഉണ്ട്. സാധാരണക്കാരുടെ അവസ്ഥ എന്താ? അവിടെ ഇന്നും കുടിയിൽ ജീവിക്കുന്ന പാവങ്ങളാണ്. കേരളത്തിൽ എന്താ സ്ഥിതി? അവിടെ റോഡുകൾ ഭയങ്കര തല്ലിപ്പൊളിയാണ്. പല സ്ഥലത്തും റോഡുകളില്ല. എന്നാൽ തമിഴ്നാട് റോഡിനെ പറ്റി പറയുന്ന നാഷണൽ ഹൈവേ എവിടെ? ഈ മഴ പെയ്യാത്ത കന്യാകുമാരി അല്ലാത്ത സ്ഥലങ്ങളിലുള്ള അവിടെ വലിയ മഴ ഉണ്ടാവില്ല. മഴ ഇല്ലാത്തതുകൊണ്ടാണ് റോഡുകൾ കേടാവില്ല. കന്യാകുമാരി സൈഡിലെ ദേശീയപാതയിലും കുണ്ടും കുഴിയാണ്. ഇത് തമിഴ്നാടിലെ റോഡുകൾ ഗംഭീരം. എന്ത് അർത്ഥത്തിലാണ് ഈ പറയുന്നത്? തമിഴ്നാട് വിദ്യാഭ്യാസം ഭയങ്കര മോശമാണ്. നമ്മളൊക്കെ ഉച്ചക്കഞ്ഞൊക്കെ വളരെ കൊടുത്തപ്പോൾ മുട്ടയും പാലും ഒക്കെ കൊടുക്കുന്നു. അവരെന്താ കൊടുക്കുന്നത്? അവരിടക്കത്ത് കമ്പ്യൂട്ടർ എടുത്ത് എല്ലാ പിള്ളേർക്കും കൊടുത്തോ? അവിടെ ജാതി അതിശക്തമാണ്. ജാതി പുറത്ത് പേരിൽ നായർ നമ്പൂരിയൊന്നും ഇല്ലാന്നേ ഉള്ളൂ. താഴ്ന്ന ജാതിനെ ഉയർന്ന ജാതിക്കാരെ കല്യാണം കഴിച്ച് അന്തമ്പോൾ തല്ലുണ്ടാവില്ല. അതാണ് അവിടുത്തെ സ്ഥിതി. തമിഴ്നാട് ഒരു ബേസ്റ്റ് മോഡലാണ് ഇന്ത്യയിൽ. അത്ര ഗുജറാത്തിലില്ല. ഗുജറാത്തും തമിഴ്നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടേ ഒരേപോലെയാണ്. ഒരേപോലെ എങ്ങനെയാണ്? സാമ്പത്തിക വളർച്ചയുണ്ട്. ഗുജറാത്തിലുണ്ട്, ഇവിടെയുണ്ട്. ഗുജറാത്തിൽ പക്ഷേ ഈ ജാതിയുമായി കല്യാണം കഴിച്ചതിനുള്ള കൊലപാതകം നമ്മൾ കേട്ടിട്ടില്ല. ഇവിടെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് നല്ലൊരു മോഡലേ അല്ല തമിഴ്നാട്. അപ്പം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മോഡലേ അല്ല തമിഴ്നാട്. അവരെ വിദ്യാഭ്യാസം പിന്നെ ചിലവന്മാർ ലോകത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടെക്നീഷ്യൻസിനെ കയറ്റുമതി ചെയ്തത് തമിഴ്നാടല്ല, കേരളമാണ്. തമിഴ്നാട്ടിൽ IIT എന്നൊക്കെ പഠിച്ചു പോയ ചില ആളുകൾ ടോപ്പിലെത്തിയെന്നുള്ളത് ശരിയാണ്. മലയാളികൾ അതിലും വലിയ പൊസിഷനിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പിന്നെ അല്ല, അവരെല്ലാം സർക്കാർ സംവിധാനങ്ങളിലല്ലല്ലോ അവിടുത്തെ ഉയർന്ന സ്കൂളുകളിൽ പഠിച്ചത്. ഉയർന്ന സ്കൂളിൽ പഠിച്ചതാ, അല്ല താഴ്ന്ന സ്കൂളിൽ പഠിച്ച ആളുകളൊന്നല്ല. ഒന്നാമത് മലയാളികളെ ഇവിടെ സർക്കാർ സ്കൂളിൽ ഉയർന്ന സ്ഥലങ്ങളിൽ എത്തിയത്. IAS ഓഫിലൊക്കെ മൊത്തം മലയാളികളല്ലേ? എത്ര മലയാളികളാണ് മറ്റേ ഇതിൽ വർക്ക് ചെയ്യുന്നത്? കേപ്പ് കാനോറൽ മറ്റേ നാസയിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുമല്ല. തമിഴെന്ന് വെച്ചാൽ അവിടുത്തെ വിദ്യാഭ്യാസം അങ്ങേയറ്റ അഴിമതിയാണ്. കോളേജ് പിന്നെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒടുക്കത്തെ അഴിമതിയാണ്, ജാതിയും. അതൊന്നും തമിഴ്നാട് നല്ല മോഡലേ അല്ല. ആ മോഡലിനാണ് ഇവിടെ നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നതെന്നുകൊണ്ട് സ്റ്റാലിനെ കൊണ്ടുപോകണം. സ്റ്റാലിൻ ആരാ? BJPക്ക് ഇവിടെ ആരും അടുപ്പിക്കാൻ സമയത്ത് അവൻ്റെ അച്ഛൻ പിന്നെ എന്താ എൻ്റെ പേര് കരുണാനിധി പോയിട്ടാണ് വാജ്പേയിനെ സപ്പോർട്ട് ചെയ്ത് പ്രധാനമന്ത്രിയാക്കി കൊടുത്തത്. അത് കഴിഞ്ഞ് BJPക്ക് അധികാരം കിട്ടില്ല, കോൺഗ്രസും സപ്പോർട്ട് ചെയ്തു. 20 വർഷം തുടർച്ചയായി അധികാരത്തിലായി കേന്ദ്രത്തിൽ. ഇഷ്ടം 3G 2G പകലതും വെട്ടിച്ചുകൊണ്ടുവന്നു. കപ്പൽ ഇത് കുടുംബം മൊത്തം അഴിമതി കേസിലായിരുന്നു. കരിമൊഴി, സ്റ്റാലിന്, മറ്റേ അയഗിരി അവിടെ മധുരയിലെ മാഫിയാണ്. ഇപ്പൊ മകനും ഇറങ്ങിയിട്ടുണ്ട് ഉദയനിധി. മൊത്തം അഴിമതി. ഉദയനിധി എനിക്കറിയില്ല അഴിമതി ഉണ്ടോ. ബാക്കി 3 അഴിമതിയാണ്. അത്രയൊന്നും ഇവിടെ ആരും അഴിമതിക്കാരില്ല. എന്നിട്ട് മോഡിക്ക് വേണമെങ്കിൽ പിടിച്ച അകത്തിടായിരുന്നു. മോഡി ചെയ്യാത്തതുകൊണ്ടാണ്. എന്തിനാണ് വെറുതെ പറയിപ്പിച്ച് ഉത്തരേന്ത്യക്കാരൻ കൂടാതെ നടത്തിയാണ് ഇന്ത്യ വിരുദ്ധ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്തിനാണ് ഇവിടെ കേരളത്തെ മുഖ്യമന്ത്രിനെ കുറ്റം പറയുന്നത്? നിങ്ങൾ തമിഴ്നാട്ടിലെ മുസ്ലിങ്ങളെ അവസ്ഥ എന്താ? ഇവിടെ കേരളത്തെ മുസ്ലിങ്ങൾ ഒന്നാമതല്ലേ? ഇവിടുത്തെ കേരള മുസ്ലിം ആർക്കത് രണ്ടാമനായി തോന്നിയിട്ടുണ്ടോ? അവർക്ക് നിങ്ങളെ കയ്യിലിരിപ്പോണ്ട് തോന്നിയിട്ടുണ്ടാവും. അവിടെ അതല്ല. അവിടെ മുസ്ലിംസിന്റെ അവസ്ഥ എന്താ? എത്ര മുസ്ലിം MLA-മാരുണ്ട്? എത്ര മുസ്ലിം മന്ത്രിമാരുണ്ട്? അവിടെ എത്ര മുസ്ലിം MP-മാരുണ്ട്?
അവിടെ നടന്ന പോലെ കോയമ്പത്തൂർ കലാപം നടന്ന പോലെ ഒരു കലാപം കേരളത്തിൽ നടന്നിട്ടുണ്ടോ? തമിഴ്നാട് മോഡൽ. പിന്നെ വേറെ എന്ത് സ്ഥലം? മമതാ ബാനർജീൻ്റെ. അവിടെ പണിയില്ലാത്ത ആളുകൾ ഇവിടെ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. പിന്നെ എന്തോന്ന് മോഡൽ? അവിടെ കുട്ടികൾക്ക് സ്കൂൾ പോലും ഇല്ല. ആ കുട്ടികളെ നന്നാക്കണം അവർക്ക് ആഗ്രഹമല്ല. നന്നായി കഴിഞ്ഞാൽ വീരം വെച്ചാൽ അവരെ ചോദ്യം ചെയ്യുമല്ലോ. അതുകൊണ്ട് PMC നടപ്പിലാക്കുന്നില്ല. തമിഴ്നാട്ടിലും അതിൻ്റെ സ്ഥിതി. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മോഡൽ എന്താ? നമ്മളെക്കാട്ടും ബെറ്റർ മോഡലാണ് നോക്കേണ്ടത്. ഇതൊന്നും രണ്ടും നമുക്ക് പറ്റിയ മോഡലല്ലല്ലോ. കേരളത്തിൻ്റെ മോഡൽ നിങ്ങൾ വല്ല യൂറോപ്പ് നോക്ക്, അമേരിക്കയോ അല്ലെങ്കിൽ ബ്രിട്ടനൊക്കെ പോയി നോക്ക്. ഈ ബംഗാളൊക്കെ നിങ്ങൾ മോഡലായി കാണുന്നത് നിങ്ങൾ ഈ നാടിൻ്റെ നാശം ആഗ്രഹിക്കുന്നതാണ്. ഒരു ഉത്തരവാദിത്ത ബോധമില്ലാത്തവന്, ജനപിന്തുണ ഇല്ലാത്തവന് എന്തും പറയാം. ഉള്ളവനത് അങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് കാണുന്നത്. CPM എടുത്ത് നല്ല നല്ല നിലപാടാണ്. ഇനിയും പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളോട് നടപ്പിലാക്കേണ്ടിയും വരും. പിന്നെ ഈ സിലബസിൽ എന്താണ് ഇവർ പറയുന്നത്? അതിൽ സിലബസ് വർഗീയതൊന്നും വളർത്തുന്നൊന്നുമില്ല. ആ സിലബസിൽ എന്ന് വെച്ചാൽ മുമ്പ് ഉണ്ടായിരുന്ന റിപ്പീറ്റ് ചെയ്ത ഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ഇപ്പം പഠിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് താല്പര്യമുള്ള കുറച്ചാൾ കുറച്ച് കൂടുതൽ ഹൈലൈറ്റ് കൊടുക്കുക. ഇല്ലാത്ത ആളുകൾ VD സവർക്കർ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നും സംഭാവന ചെയ്തില്ലേ? അത് മഹാത്മാഗാന്ധിയെ പോലും ആദ്യകാലത്ത് ഇൻസ്പയർ ചെയ്ത മനുഷ്യനാണ്. അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഗുരുക്കന്മാരായിട്ടുള്ള തിലകിനെയൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആളാണ്. ജീവിതം തന്നെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം അണ്ടമാൻ ജയിലിൽ കിടന്ന് നരകിച്ചപ്പോൾ അവിടെ കിടന്നിട്ട് രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നത് അത് മാപ്പ് എഴുതി കൊടുത്തു. മാപ്പ് ചെയ്താത്ത ആരുണ്ട്? കോടതിയിൽ ജാമ്യത്തിൽ എഴുതി കൊടുക്കാത്ത ആരുണ്ട്? കോടതി ജാമ്യത്തിൽ എഴുതി കൊടുക്കുമ്പോൾ എന്താ എഴുതി കൊടുക്കുക? അവിടെ പോയി ജഡ്ജിനെ പോയിട്ട് ജഡ്ജി കമോൺ എന്ന് പറയോ? ഇല്ലല്ലോ. യുവ ഓണമെന്നല്ലേ പറയാം. അത് പറയാത്ത എത്ര ആളുകൂടെ ഉണ്ട്? അത് തന്നെ VD സവർക്കർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് എനിക്കത് വിയോജിപ്പുണ്ട്. കാരണം മുസ്ലിങ്ങളെ ദളിതന്മാരൊന്നും മനുഷ്യന്മാരെ കണ്ടില്ല അദ്ദേഹം. അതുകൊണ്ട് ഗുരുജിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നില്ല. RSSന്റെ അകത്ത് ഗുരുജിക്ക് ഇഷ്ടമായിരുന്നില്ല. ഹെഡ് ഗേവാറിന്റെ ഗുരുവായിരുന്നു. ഗുരുജീൻ്റെ സമയത്ത് RSSൽ ഇദ്ദേഹത്തിന് വലിയ സാധനവും കിട്ടിയിട്ടില്ല. ആർക്ക്? ഗോൾവൽക്കർ. അദ്ദേഹത്തിന്റെ ആള് പോയിട്ടാണ് ഗാന്ധിനെ വെടിവെച്ച് കൊന്നത്. ഗോൾവൽക്കർ അല്ല, സവർക്കറിന്റെ ആള് പോയിട്ടാണ് ഗാന്ധിനെ വെടിവെച്ച് കൊന്നത്. അപ്പം അതിന് ഒരുപാട് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഗോൾവൽക്കർ RSSന് രൂപം കൊടുത്തത്. അപ്പം അദ്ദേഹം മുസ്ലിംസിനോട് ഭയങ്കര ഹാർഷായിരുന്നു. നിങ്ങളിപ്പോൾ ഈ RSSനെ പറ്റി പറയുന്ന സാധനമൊക്കെ മൊത്തം അദ്ദേഹത്തെ പറ്റി പറയേണ്ടതാണ്. ആരെ പറ്റി? ഗോൾവൽക്കർ. പക്ഷേ അത് വിചാരിച്ചിട്ട് അദ്ദേഹം ഈ രാജ്യത്തിന് ചെയ്ത സേവനം, അദ്ദേഹം ഇറ്റാലിയൻ മോഡൽ ഓഫ് റവല്യൂഷൻ ഇന്ത്യയെ കൊണ്ടുവരാൻ നോക്കിയത്. റഷ്യൻ മോഡലോ അല്ലെങ്കിൽ അമേരിക്കൻ മോഡലോ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ. അത് പക്ഷേ ആ സമയം അതിന് പാകമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷെ അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനോ ദളിത് വിരുദ്ധനോ എന്നൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹം ഈ രാജ്യത്തിന് ചെയ്ത സേവനം കണ്ടില്ല കാണിക്കാൻ പറ്റില്ല. അദ്ദേഹം തിലകിനെ പോലെ ഇൻസ്പയർ ചെയ്ത ആളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അവർ സ്പേസ് കൊടുത്തു. അത് BJPയുടെ അജണ്ട കൂടിയാണ്. അത് ഇല്ലാത്തൊന്നല്ലല്ലോ, ഉള്ളതാണല്ലോ. അല്ലാതെ പിടിച്ചിട്ട് വെറുതെ ഒരു ഗോപാലകൃഷ്ണനെ പിടിച്ചിട്ട് സ്വാതന്ത്ര്യ സമര സേനാനി ആക്കിയതല്ലല്ലോ. അങ്ങനെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ പറ്റി പഠിക്കണം. സവർക്കറിനെ പറ്റി പഠിച്ചിട്ടാണോ നിങ്ങൾ സവർക്കർ? ഇവിടുന്ന് എന്തൊക്കെ കേട്ടു. ഏറ്റവും വിക്രം സമ്പത്തിന്റെ പുസ്തകമുണ്ട് സവർക്കറിനെ പറ്റി, അതങ്ങനെ എടുത്ത് വായിക്കും. നിങ്ങൾ പലപ്പോഴും ക്യാൻസലേഷൻ കളിച്ചതിനെ പറ്റി പറയാറുണ്ടല്ലോ. അതായത് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് ഒരു സംഭവത്തിനെ പോലും നിങ്ങളെ വെറുത്ത് ഒന്നും അല്ലാതായി കളഞ്ഞു. നിങ്ങൾ ഈ സവർക്കറിന്റെ കാര്യത്തിന് ചെയ്തത് തന്നെയാണ്. സവർക്കറിന് മുസ്ലിം വിരോധമൊക്കെ ഉണ്ടായി, ശരി തന്നെയാണ്. ഗാന്ധിവാദത്തിൽ അദ്ദേഹം സംശയിക്കപ്പെട്ടിരുന്നു. പക്ഷെ അദ്ദേഹം നൽകിയ സേവനമുണ്ട്. അത് നമുക്ക് അദ്ദേഹത്തെ പോലെ പലരും അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. എതിർപ്പുള്ളതിനെ എതിർക്കണം. എനിക്ക് സവർക്കറിനെ ഇഷ്ടമില്ല. കാരണം ഗോൾവൽക്കറിനെ പോലെ ഒന്നല്ല. ഗോൾവൽക്കർ ഒരു സ്ഥലത്ത് മുസ്ലിംസിനെ വിഭാവനം ചെയ്യണമെന്നൊക്കെ പറയുന്നത് അപ്പുറത്ത് നമ്മുടെ സഹോദരന്മാരാണ്, ഇന്ത്യൻ സംസ്കാരത്തെ ബഹുമാനിച്ച് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അത് പറയുന്നുണ്ട്. അതാണ് സംസ്കാരിക ശരി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അത് പറയുന്നില്ല. ഇങ്ങനെ മുസ്ലിംസിനെ കണ്ടുകൂടായിരുന്നു, ദളിതരെയും കണ്ടുകൂടായിരുന്നു. അതിന് നമുക്ക് എതിർപ്പിടാം. അങ്ങനെ ഒരു എതിർപ്പിൻ്റെ ആവശ്യമില്ല. അത് ഗോൾവൽക്കറിന്റെ നിലപാടാണ് ശരി. എതിർക്കേണ്ടടുത്ത് എതിർത്തിട്ടുണ്ട്. എന്നാൽ ദേ ആർ പാർട്ട് ഓഫ് അസ് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരത്തെ ബഹുമാനിക്കണം എന്നൊരു കണ്ടീഷൻ മാത്രമേ അദ്ദേഹം വെച്ചിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അത് വിചാരിച്ചിട്ട് ഗോൾവൽക്കറിനെ പഠിപ്പിക്കേണ്ടതെന്ന് പറയുന്നതിന് എന്ത് കാര്യമുള്ളത്? അത് ശരിയാവും. അങ്ങനെ നമുക്ക് പലരെയും പഠിപ്പിക്കാൻ പറ്റില്ല. സ്വാതന്ത്ര്യ സമരത്തെ പല സമയത്തും പല ആളുകളും ഒറ്റ കൊടുത്തിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.